സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത് ആനന്ദിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ, കരയുമ്പോൾ കരച്ചിൽ നിർത്താൻ, ഉറക്കം വരാതിരിക്കുമ്പോൾ ഉറക്കാൻ കുസൃതികൾ കാണിക്കുമ്പോൾ കുസൃതിയിൽ നിന്നും അവരുടെ ശ്രദ്ധയെ മാറ്റിവെക്കാൻ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ അമ്മമാർക്ക് ധാരാളം പണികളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മൊബൈലും കൊടുത്ത് അവരെ ഒരു മൂലക്കിരുത്തും. വീട്ടിൽ കളിച്ച് നടക്കേണ്ട, ചിരിച്ച് കളിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് കുസൃതികൾ കാട്ടി അമ്മയുടെ അടുത്ത് വന്ന് അതെന്താ ഇതെന്താ എങ്ങനെയാ ഏതാ എന്നൊക്കെ ചോദിക്ക് ആർത്തുല്ലസിക്കുന്ന കുട്ടികളെ മൊബൈൽ കൊടുത്ത് ഒരു മൂലയ്ക്ക് തൂക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് കുടുംബത്തിൽ കുട്ടികളുടെ ആ സന്തോഷവും ആ ആഹ്ലാദവും കുടുംബത്തെ സ്വർഗമാക്കുന്ന ആ അവസ്ഥ നഷ്ടപ്പെടുത്തുകയാണ്. ഒരമ്മ ആനന്ദത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറഞ്ഞ ഒരു വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അയൽവക്കത്തു നിന്നും ഒരു സ്ത്രീ കുട്ടിയെ അടുത്തെത്തി എന്താ മോനെ എന്ന് കുശലങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടി ഒന്നും മിണ്ടുന്നില്ല, മൊബൈലിൽ തന്നെ അവൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ അഭിമാനത്തോടെ, അന്തസ്സോടെ, അഹങ്കാരത്തോടെ പറയുകയാണ്, അവന് 3 വയസ്സായേ ഉള്ളുവെങ്കിലും മൊബൈലിൽ അവനെല്ലാം അറിയാം. കാർട്ടൂൺ വെക്കാനറിയാം, വീഡിയോ വെക്കാനറിയാം, പാട്ട് വെക്കാനറിയാം, ഒരു കോള് വന്നാൽ എടുക്കാനറിയാം, കോള് ചെയ്യാനറിയാം. അഭിമാനത്തോടു കൂടി ആ തള്ള പറഞ്ഞത് പിന്നീടത് ദുഃഖമായി മാറുമെന്ന് അമ്മമാർ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മൊബൈൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ കുട്ടികൾക്ക് വരുവാൻ സാധ്യതയുണ്ട്. തലച്ചോറ്, ബുദ്ധി, ഹൃദയം, ലിവർ, കണ്ണുകൾ, ഇവയ്ക്കൊക്കെ അസുഖങ്ങൾ വരുവാൻ വളരെയേറെ സാധ്യതകളാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവയൊക്കെ കുട്ടികൾക്ക് വന്നു ഭവിക്കും എന്ന് പറയുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറെ വിളിച്ച് നിങ്ങൾക്ക് ഉപദേശം തേടാം. ആപത്തുകൾ വരുത്തി വയ്ക്കാതിരിക്കുക.